ജീവിതത്തിൽ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്നാൽ ചില സമയങ്ങളിൽ നാം ആഗ്രഹിക്കാത്ത സമയത്ത്, നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് കഷ്ടത്തിലൂടെ, വേദനയിലൂടെ കടന്നു പോകേണ്ടി വരും. അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. നമ്മൾ ഒത്തിരി ദൈവത്തോട് ചോദിക്കും, എന്തിനാ കർത്താവ് ഇങ്ങനൊരു വേദന, എന്തിനാ കർത്താവ് ഇങ്ങനൊരു സങ്കടം? എന്നാൽ യശയ്യാപ്രവചനം 53:10 എഴുതിയിരിക്കുക, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രവചന ശബ്ദ, സ്വർഗീയ സന്തോഷങ്ങൾ അനുഭവിച്ച് ജീവിച്ചിരുന്ന പുത്രനായ ക്രിസ്തുവിന് ഭൂമിയിലെ ദുഃഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി പിതാവ് നിർബന്ധിച്ച് അയക്കത്തക്ക നിലവാരത്തിൽ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതാ അവിടെ നമുക്ക് കാണുന്നത്. അവിടെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ല ഭൂമിയിലേക്ക് അയക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന പദം കണ്ടോ? അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. പിതാവ് പുത്രന് കഷ്ടം വരുത്തുക. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാ പിതാവേ പുത്രന് കഷ്ടം വരുത്തിയത്? പിതാവ് പറയും, ഭൂമിയിൽ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന, അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന മാനവരാശിയെ, എന്നെയും നിന്നെയും രക്ഷിക്കാൻ വേണ്ടി പിതാവ് അത്രമേൽ സ്നേഹിച്ച പുത്രനെ ഭൂമിയിലേക്ക്, ഭൂമിയുടെ കഷ്ടം അനുഭവിക്കാൻ അനുവദിച്ചു. ഇതിൽ നിന്ന് ഞാനൊരു ദൂത് പറയാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവവേദലെ, നാം കടന്നു പോകുന്ന കഷ്ടതയുടെ അനുഭവം അത് നമ്മെ തകർത്ത് കളയാനല്ല. യേശു കർത്താവിലേക്ക് കഷ്ടത അനുവദിച്ചത് മറ്റൊരു തലമുറയെ സന്തോഷത്തിലേക്ക് കരം പിടിച്ച് നടത്താനായിരുന്നെങ്കിൽ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നെയും എന്നെയും ദൈവം അനുവദിച്ച കഷ്ടതയിലൂടെ തമ്പുരാൻ കടത്തിവിടുന്നത് തിന്മയ്ക്കായിട്ടല്ല, വലിയൊരു നന്മയിലേക്ക് ചിലതിനെ കൈപിടിച്ച് നടത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത കണ്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ നിന്നോട് ദൈവാത്മാവ് പറയുക, നിന്നെ തകർത്ത് കളയാനല്ല. ഇതിൻ്റെ പിന്നിൽ കഷ്ടത ദൈവം പുത്രൻ അനുവദിച്ചെങ്കിൽ ആ കഷ്ടതയിലൂടെ തകർത്ത് കളഞ്ഞില്ല, മറിച്ച് മൂന്നാം നാൾ ഒരു ഉയർപ്പ് പുത്രന് കൊടുത്തതുപോലെ ഇന്നത്തെ കഷ്ടതയിൽ നിന്നും, ഇന്നത്തെ വേദനയിൽ നിന്നും നിനക്കൊരു ഉയർപ്പ് സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. ധൈര്യമായിരിക്കുക, ദൈവം സഹായിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.